ഇനി ഈ നിങ്ങൾക്ക് അറിയേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എത്ര രൂപ പൊട്ടിയിട്ടുണ്ടെന്നായിരിക്കും. ഹേയ് ഹലോ മച്ച് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ വീണ്ടും ഒരു ലെങ്തി വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് കുറച്ചധികം പണികളുണ്ട്. മെയിനായിട്ട് നമ്മുടെ വണ്ടിയുടെ ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളെല്ലാം മാറാറായിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിനൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയിൻ കട്ട് ചെയ്തിട്ടും ഏകദേശം ഒരു 1000 കിലോമീറ്ററിനൊക്കെ മേളിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയിൻ മാറ്റണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആക്സിലേറ്റർ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. സോ അതും ഒന്ന് ചേഞ്ച് ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്രിപ്പ്, ഈ ഒരു ഹാൻഡ് ഗ്രിപ്പൊക്കെ മാറിയിട്ട് വർഷങ്ങളായെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ വണ്ടിയുടെ ആക്സിലേറ്റർ കേബിൾ മാറിയതും അതുപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് മാറിയതും വണ്ടിയുടെ ബാറ്ററി മാറിയതും ഏകദേശം വണ്ടി 15,000 കിലോമീറ്ററിനോടൊക്കെ അടുത്ത സമയത്താണ്. അതായത് ഞാൻ കാശ്മീരൊക്കെ പോയ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആക്സിലേറ്റർ കേബിൾ മുതൽ A to Z കാര്യങ്ങളെല്ലാം മാറിയത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 54,000 കിലോമീറ്റർ ഇപ്പോൾ വണ്ടി ഓടിയിട്ടുണ്ട്. ഇതിന്റെ മാക്സിമം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അത് മാത്രമല്ല ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഒരുപാടില്ല. അപ്പോൾ ഉള്ള ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട മെയിൻ കാര്യങ്ങളാണ് ഈ ഒരു ചെയിൻ സ്പോക്കറ്റിൻ്റെ കാര്യം, അതുപോലെ തന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ കാര്യം. ഈ ഗ്രിപ്പും വലിയ പൈസ ആവത്തില്ല. സോ അതുകൊണ്ട് അതും കൂടി ഒന്ന് മാറിയിടാം. ബാലൻസ് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ കേസ് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. MT യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ MT എടുത്തിട്ടുള്ള എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വണ്ടി എടുത്ത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തന്നെ ബാറ്ററി അടിച്ചു പോകുക എന്നുള്ളത്. അങ്ങനെ അടിച്ചു പോയ സമയത്ത് ഞാൻ മാറി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിയാണ്. ഏകദേശം ഒരു 2-3 വർഷത്തിനൊക്കെ മേളിലായിട്ടുണ്ട് ബാറ്ററിയും ചേഞ്ച് ആയിട്ട്. സോ എന്തായാലും ബാറ്ററിയും ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. വലിച്ചു നീട്ടുന്നില്ല, നേരെ നമുക്ക് തൊടുപുഴയ്ക്ക് പോകാം. തൊടുപുഴ ഞാൻ എൻ്റെ വണ്ടി സർവീസ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. സോ അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മളിന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. 2019 ലാസ്റ്റ്, അതായത് 2019 ഡിസംബർ ലാസ്റ്റ് ശനിയാഴ്ചയാണ് ഞാൻ ഈ ഒരു വണ്ടി നമ്മുടെ തൊടുപുഴ ട്രാവൻസിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ ഈ ഒരു വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ പോയി എടുത്ത ഒരാളാണ്. ഇതുവരെ എനിക്ക് അതിനകത്തൊരു നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. മൈലേജിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ഇപ്പോഴും മൈലേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ പവറും കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു വണ്ടീനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ നിൽക്കുന്ന വേറെ ഏത് വണ്ടീനെ അപേക്ഷിച്ചും അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു നെഗറ്റീവ് എനിക്കിനകത്ത് പറയാനില്ല. നമ്മുടെ കേരളത്തിലെ ചൂട് ഇപ്പോൾ സഹിക്കാൻ പറ്റില്ല കേട്ടോ. എക്സ്ട്രീം ലെവൽ ചൂടാണ്, ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ 2-3 ദിവസമായി വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കണം, നന്നാക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം. പക്ഷേ ഈ ഒരു ചൂട് കാരണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും തോന്നാണ്ട് വീട്ടിൽ തന്നെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. പുറത്തോട്ട് ഇറങ്ങി കരിഞ്ഞുണങ്ങി പോണ ഒരു സിറ്റുവേഷനാണ്. അമ്മാതിരി ചൂടാണ്, ഒന്നും പറയാനില്ല. നമ്മളങ്ങനെ തൊടുപുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൽ എന്താവും അവസ്ഥ എന്നറിയില്ല. നല്ല തിരക്കാണോ അതോ എന്താവോ കണ്ടറിയാം. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ആദ്യം അവരുടെ അടുത്ത് മാറേണ്ട കാര്യങ്ങളൊക്കെ പറയാം. ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി മേടിക്കേണ്ടി വരില്ല. അല്ലാതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ളൊരു ഷോപ്പുണ്ട്, അവിടെ പോയി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് കൊടുക്കേണ്ടി വരും. ഈ കാണുന്നതാണ് വർക്ക്ഷോപ്പ്. ഇനിയിപ്പോൾ തിരക്കാണോ അല്ലയോ എന്ന് അറിയത്തില്ല, ചോദിച്ചു നോക്കാം അല്ലേ. ചേട്ടാ തിരക്കാണോ? ചെയിൻ സ്പോക്കറ്റ് ഒന്ന് മാറാൻ കാണുന്നത് MTയുടെ ഒരുപാട് താമസം വരുമോ? ഇവിടെ ഉണ്ടോ ചെയിൻ സ്പോക്കറ്റ് മേടിച്ചോണ്ടോ അതോ ഇവിടെ ഉണ്ടോ? ആക്സിലേറ്റർ കേബിൾ മാറണം, പിന്നെ ഹാൻഡ് ഗ്രിപ്പും കൂടി മാറണം. ഇവിടെ കയറ്റി വെച്ചേട്ടേ ആ അയ്യോ ഒരു വിലത്താണല്ലോ, വണ്ടി കരിഞ്ഞു പോവോ? താക്കോൽ ഇതിനകത്ത് തന്നെ ഇടാം അല്ലേ.
എന്നാൽ കുഴി ചാടിയതിന് ശേഷമാണ് അപ്പുറം എന്തോ പണി കിട്ടിയത്. അത് ഓടിച്ചു നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. എൻ്റെ കൂടെയുള്ള കുറച്ച് കൂട്ടുകാരന്മാരുടെ എം ഡിക്ക് ഇതുപോലെ എന്തോ സീൻ കിട്ടിയിട്ടുണ്ട്. സെയിം അവസ്ഥ തന്നെയാണ്. ആ ചേട്ടയൊന്ന് ഓടിച്ചു നോക്കി. മറ്റേ 2 ഗട്ടറൊക്കെ നീ അടിച്ചു നോക്കി. ഗട്ടർ ചാടുമ്പോൾ ശരിക്കും ഒരു ഇളക്കം പോലെയാണ്. ഹെഡ് കിടന്നിങ്ങനെ ഇളകില്ലേ, അതുപോലത്തെ ഒരു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സമയം 12:45 നമ്മൾ ഏകദേശം 11 മണിയോ അങ്ങനെ എന്തോ സമയത്താണ് ഇവിടെ കൊണ്ടുപോയി കയറ്റിയത്. അത്യാവശ്യം നല്ല തിരക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അവർ റെഡിയാക്കി തന്നിടും. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വണ്ടി ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി കഴുകി റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതിനകത്ത് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോർക്കിൻ്റെ പ്രശ്നമല്ല, വണ്ടിയുടെ ഹെഡിന് എന്തോ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കൊണ്ടുപോയി വെച്ചായിരുന്നെങ്കിൽ അത് റെഡിയാക്കി തന്നില്ല. നമ്മൾ കുറച്ച് ലേറ്റായിട്ട് വന്നുകൊണ്ട് അത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. സോ എന്തായാലും നമുക്ക് അടുത്ത ദിവസം ഒന്ന് രാവിലെ കൊണ്ടുപോയി വെക്കേണ്ടതായിട്ടുണ്ട്. വണ്ടിയുടെ ഹെഡിന് ചെറിയൊരു ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ MT യൂസ് ചെയ്യുന്ന മിക്ക ആളുകൾക്കും കിട്ടുന്ന പണിയാണ്. അതെന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അതിപ്പോൾ അഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ദിവസം മാറിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ ഒരു ഇളക്കത്തിന് ഒരു മാറ്റം വന്നില്ല. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം രാവിലെ കൊണ്ട് വെക്ക്, നമുക്കത് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വണ്ടി ഇങ്ങനെ നമ്മളൊരു സ്പീഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോൾ ഒരു പിടുത്തമല്ല, എന്തോ ഒരു ഇളക്കമാണ് ഹെഡിന്. അത് എന്താണെന്നുള്ള കാര്യം ഇനി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ എത്ര രൂപ പൊട്ടിയിട്ടുണ്ടെന്നായിരിക്കും. വണ്ടിയിലായിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ ചെയിൻ സോക്കറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 2 ഹാൻഡ് ഗ്രിപ്പ് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. ഈ ആക്സിലേറ്റർ കേബിൾ മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വണ്ടിയുടെ എയർ ഫിൽറ്റർ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഇതിന് മൊത്തം ലേബർ ഉൾപ്പെടെ എനിക്ക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 3500 രൂപ മാത്രമാണ്. ഞാൻ നോക്കിയിട്ട് വലിയ ബഡ്ജറ്റൊന്നും പറയാനില്ല. 2030 രൂപ ചെയിൻ അത്ര ആയിട്ടുള്ളൂ. ഒരുപാട് പൈസ എന്ന് പറയുമ്പോൾ അതിനൊന്നായിട്ടില്ല. അത്രേ ഉള്ളൂ ഇന്നത്തെ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ. നമ്മുടെ വണ്ടി ഒന്ന് റെഡിയാക്കണം എന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു വെയിലാണെങ്കിലും സഹിച്ച് പിടിച്ചിനി നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി ചെയിൻ മാറിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54,660 കിലോമീറ്ററിലാണ് കേട്ടോ. ഏകദേശം 40,000 കിലോമീറ്ററൊക്കെ അടുത്ത് നമുക്ക് ആ ഒരു ചെയിൻ ലൈഫും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചെയിനിന് എത്ര ലൈഫ് കിട്ടും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അതുവരെ നമ്മുടെ വണ്ടി നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അതിനുള്ള ഭാഗ്യം ദൈവം തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉടനെ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരിഞ്ഞ് ചൂടത്തൊരു നാരങ്ങളെങ്കിലും കുടിച്ചിട്ട് പോകാല്ലേ. എൻ്റെ അമ്മോ, തീപ്പൊരി വരും. സോഡ നാരങ്ങളും തരാമോ? ഉപ്പും മധുരമായിട്ട് എടുത്തോട്ടോ.